നമസ്കാരം. ഊട്ടുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നൊരു 4 മണി പലഹാരം കേട്ടോ. അപ്പം നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പം നമ്മൾ 3 മുട്ടയും പൊട്ടിച്ച് ചേർത്തിട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പം നമ്മൾ ഈ മുട്ട അടിച്ചത് ഇനി മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറെ 2 മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് ബൗളിലേക്ക് ചേർത്ത് വെക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചിട്ടെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ വേറെ 2 മുട്ട നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഉടച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ പാലും മുട്ട അതുപോലെ ഗോതമ്പ് പൊടി പഞ്ചസാരയൊക്കെയുള്ള മിക്സ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് പാലിലേക്ക് ഇടുമ്പോൾ ഈ ഗോതമ്പ് പൊടി കട്ടയാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പാലിൽ ഈ ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയിട്ട് നന്നായിട്ട് നമ്മളെ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തായിട്ട് അതാവും എളുപ്പം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടോ. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ 3 മുട്ടേൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ചെടുക്കാം. അപ്പം നമ്മൾ പഴമെല്ലാം വെച്ചെടുത്തു കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ മുട്ടൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ 2 മുട്ട അതുപോലെ ഗോതമ്പ് പൊടിയും പാലും പഞ്ചസാരയൊക്കെ ചെയ്ത് മിക്സാണിത്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം സൈസിലിട്ടിട്ട് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം വെന്തു കേട്ടോ. ഇനി നമുക്കത് വേറെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, വേറെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട്. ഇപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇനി മറ്റേ ഭാഗം കൂടി വേവട്ടെ. ഇനി നമ്മൾ അടച്ച് വെച്ച് കൊടുക്കണ്ട. നമുക്കിതിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ഇത് വെന്തു കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.